ഇന്നത്തെ അനാലിസിസ് നമ്മൾ രണ്ട് സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് VA സയന്റിഫിക് ലിമിറ്റഡ്, സീമെൻസ് എനർജി ലിമിറ്റഡ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ സ്റ്റോക്കിന്റെ പേരാണ് എറിൻസ് ലിമിറ്റഡ്. എറിൻ ലിമിറ്റഡ് അതല്ലെങ്കിൽ സയന്റിഫിക് എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതൊരു 1 ഡേ ടൈം ഫ്രെയിം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചാർട്ടായിട്ട്. ഓക്കെ, ഇത് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും, ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് ആണ്. ആദ്യം നമുക്ക് അതിന്റെ റെസിസ്റ്റൻസ് ഒന്ന് വരച്ച് വെക്കാം. റെസിസ്റ്റന്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കൃത്യമായിട്ട്. അവിടുത്തെ റെസിസ്റ്റന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, മുകളിലൊരു റീട്രസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ റെസിസ്റ്റന്റ് പോയിന്റ് കൃത്യമായിട്ട് വരച്ചു. അതിനുശേഷം ഒരു കളർ മാർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കപ്പ് നോക്കാം. കപ്പ് ആൻഡ് ഹാൻഡിൽ ഡ്രോ ചെയ്യാനുള്ള കപ്പ് ഫോർമാറ്റ് എടുക്കാം. ഇപ്പം ഡ്രോ ചെയ്യുന്നതാണ് കപ്പ് എന്ന് പറയുന്ന ഹാൻഡിൽ. അതിനുശേഷം നമുക്ക് ഹാൻഡിൽ ഡ്രോ ചെയ്യാം. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയ റീട്രസ്മെന്റ് പാർട്ടാണ് നമുക്ക് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹാൻഡിൽ പോയിന്റ്. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏത് പാറ്റേൺ ആണ് മാർക്കറ്റിൽ ഉണ്ടായതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് നമുക്ക് മാർക്കറ്റിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ എ ബ്രേക്ക് ഔട്ട് ഒരു റീട്രസ്മെന്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ടും ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ. നമുക്ക് അതിനും ഒരു കളർ കോഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നമുക്ക് കിട്ടി. അതിനുശേഷം നമുക്കൊന്ന് ബ്രേക്ക് ഔട്ട് ആയ പോയിന്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കാം. ഇതാണ് ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ഉണ്ടായ ഒരു കപ്പ് ഹാൻഡിലിന് തന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. അതൊരു റീട്രസ്മെന്റ് പോയിന്റ് ആണ്. നമുക്ക് അതിനകത്തൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഏരിയ റീട്രസ്റ്റ് ഏരിയ. അപ്പുറത്തെ പോയിന്റ് നമുക്ക് ബ്രേക്ക് ഔട്ട് ഏരിയ ആണ്. ഇത് നമുക്ക് ആ കൺസോളിഡേറ്റഡ് ഏരിയ ആണ്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ബ്രേക്ക് ഔട്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. മറ്റേത് നമുക്ക് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതും കൂടി മാർക്ക് ചെയ്തേക്കാം. ബ്രേക്ക് ഔട്ട് നമ്മളെപ്പോഴും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സ്റ്റോക്കിലോട്ട് പോവാം. നമുക്കവിടെ വോളിയം കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. വോളിയം ബ്രേക്ക് ഔട്ട്. നമുക്ക് അതിന്റെ ടാർഗറ്റും കൂടി സെറ്റ് ചെയ്യാം. ടാർഗറ്റ് നമുക്ക് എത്രത്തോളം പെർസെന്റേജ് മുകളിലേക്ക് പോയി നോക്കാം. അതിന്റെ ഒരു ആവറേജ് നമുക്ക് ടാർഗറ്റ് ആയിട്ടും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന്റെ ആവറേജ് എടുത്തിട്ടായിരിക്കണം നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അന്നേരം ഇച്ചിരിയും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. ഇതിന്റെ ഒരു ആവറേജ് നമുക്ക് 42% ആണ് നമുക്ക് കപ്പിൽ ആവറേജ് എടുത്തത്. അന്നേരം നമുക്ക് ഇവിടെ 25% നമുക്ക് വെക്കാം. ഓക്കെ, 25% ടാർഗറ്റ് ആയിട്ടും 8% സ്റ്റോപ്പ് ലോസ് ആയിട്ടും നമുക്ക് വെക്കാം. ഓക്കെ, നമ്മളത് ടാർഗറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സ്റ്റോപ്പ് ലോസ് ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമ്മൾ 8% ഫിക്സ് ചെയ്ത് വെച്ചോളാം. നമുക്ക് ഒരു കളർ കോഡും കൂടി മാറ്റി കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ടാർഗറ്റ് ഗ്രീൻ കളർ നമ്മൾ ടാർഗറ്റ് ആയിട്ടും ഫിക്സ് ചെയ്തു. നമുക്ക് റെഡ് കളറിലോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് എടുക്കാം. വിയാഷ് ലിമിറ്റഡ് ആണ്. ഇത് നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിം ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 1 വീക്കിന്റെ ടൈം ഫ്രെയിം ആണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. ഇതും കപ്പ് ബ്രേക്ക് ഔട്ട് ആണ്. ഇതിന്റെ റീട്രസ്മെന്റ്സ് ഒന്നും നടന്നിട്ടില്ല. കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് ആണ് മൊത്തത്തിൽ നടന്നിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത്. ഓക്കെ, നമുക്ക് കപ്പ് അതിന്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഇതിന്റെ റെസിസ്റ്റൻസ് പോയിന്റ്
അതിനുശേഷം നമുക്ക് ഇതിന്റെ കപ്പ് ഡ്രോ ചെയ്യാം. ഓക്കെ, കപ്പായി. അതിനുശേഷം നമുക്ക് അതിന്റെ ഹാൻഡിലും കൂടി മാർക്ക് ചെയ്യാം. കളർ കോഡ് നമുക്ക് വേറൊരു കളർ കോഡ് കൊടുക്കാം. ഓക്കെ, അന്നേരം അത് ഫിക്സ്ഡ്. അതിനുശേഷം നമുക്ക് അതിന്റെ ഹാൻഡിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഹാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ബ്രേക്ക് ഔട്ട് താഴെ നമുക്ക് മാർക്ക് ചെയ്യാം. കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട്. ഓക്കെ, നമ്മൾ സ്റ്റോക്കിന്റെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. വിയാഷ് ലിമിറ്റഡ് 1 വീക്ക് എന്നുള്ളത് നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ബ്രേക്ക് ഔട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. റൗണ്ട്, അവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് ഏരിയ ആണ്. ബ്രേക്ക് ഔട്ട്. ഈ അനാലിസിസ് എല്ലാം നമ്മൾ ഗ്രാനി മാർക്കറ്റിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ഔട്ട് മാർക്ക് ചെയ്തു. കമ്പനിയുടെ പേര് നമുക്ക് എഴുതാം. വിയാഷ് ലിമിറ്റഡ്. വിയാഷ് ലിമിറ്റഡ് അല്ലെങ്കിൽ വിയാഷ് സയന്റിഫിക് ലിമിറ്റഡ് എന്നാണ് ചാർട്ടിന്റെ പേര്, സ്റ്റോക്കിന്റെ പേര്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആവറേജ് എടുത്തിട്ട് വേണം ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ. ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ കപ്പിന്റെ ആവറേജ് മൊത്തത്തിലുള്ള ആവറേജ് എടുക്കുന്നതാണ്. ഓക്കെ, മറ്റേ സ്റ്റോക്കിൽ നമ്മൾ അതേപോലൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ സ്റ്റോക്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ എടുക്കാം. നമുക്ക് ടാർഗറ്റ് ഇതിപ്പം 1 വീക്ക് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിന്റെ ആവറേജ് നോക്കാം. അതിന്റെ ആവറേജ് ആൾമോസ്റ്റ് ഒരു 102% അതിന്റെ ആവറേജ്. ബട്ട് നമ്മൾ ഇതിനകത്ത് ടാർഗറ്റ് സേഫ്, നമ്മൾ ഷോർട്ട് ടൈം ആണല്ലോ ചെയ്യുന്നത്. നമുക്ക് അതിന് 25% നമ്മൾ ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്കത് മെഷർ ചെയ്ത് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യാം. മെഷർമെന്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ടാർഗറ്റ് നമുക്ക് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് വെക്കാം. ഓക്കെ, 25% ആണ് നമ്മൾ ടാർഗറ്റ് പോയിന്റ് വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 6 to 7% മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അതിന് ആ ക്യാൻഡിലിന്റെ നേർ പകുതിയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചത്. ഓക്കെ, ഈ രണ്ട് അനാലിസിസ് ആണ് ഇപ്പം മാർക്കറ്റിലുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത്.